സംസ്ഥാന മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് വനിതാ സ്ഥാനാർത്ഥികൾക്കായി പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചില്ല എന്നുള്ളൊരു വാദഗതി. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വാണിമേൽ പഞ്ചായത്ത് വനിതാ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബോധവൽക്കരണ ക്ലാസ്സോ ഈ രീതിയിലുള്ള പെരുമാറ്റച്ചട്ടോ മുസ്ലിം ലീഗ് കൊടുത്തിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് ഞാൻ ഏറ്റവും അറിയുക മാത്രമാണ്, അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ് പ്രത്യേകമായിട്ട് ഒരു പെരുമാറ്റച്ചട്ടമൊന്നും വനിതകൾക്ക് കൊടുത്തിട്ടില്ല. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെന്ന് ആകുന്ന വനിതകൾ അവർക്ക് ഇസ്ലാമികപരമായിട്ടുള്ള നിബന്ധനകൾ അനുസരിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. ആ ചട്ടക്കൂടല്ലാതെ മുസ്ലിം ലീഗിന് വേറൊരു ചട്ടക്കൂട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അതിന് പ്രസക്തിയില്ല. വാണിമേൽ പഞ്ചായത്തിലെ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളെ ഏത് രീതിയിൽ നമുക്ക് വിലയിരുത്താൻ പറ്റും? 5 വർഷക്കാലം ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് ജനോപകാരപ്രദമായിട്ടുള്ള നടപടികളാണ്. ഇവിടെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കെതിരെയുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത് ഞങ്ങൾ റോഡുകൾ കൂടുതൽ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ അതിന് കൂടുതൽ താല്പര്യം കൊടുത്തില്ല. ജനങ്ങൾക്ക് റോഡിനേക്കാൾ അടിസ്ഥാനപരമായി വേണ്ടത് വീട്, കുടിവെള്ളം, കക്കൂസ്, അങ്ങനെയുള്ള ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ അടിസ്ഥാന പ്രശ്നം, പ്രത്യേകിച്ച് കോളനികളൊക്കെ, നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് കോളനികളൊക്കെ ഉണ്ട്. ആദിവാസി കോളനികൾ, അതുപോലെ മറ്റ് 4 സെന്റ് കോളനികൾ, ലക്ഷം വീടുകൾ, ഇതൊക്കെയുള്ള ഒരുപാട് ദരിദ്ര ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതും ഈ അടിസ്ഥാന വർഗങ്ങളുടെ പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗിച്ചത്. അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വീട്, അത് EMS ഭവന നിർമ്മാണ പദ്ധതി വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ ഒന്നാമത്തെ ഞങ്ങളുടെ പദ്ധതിയിൽ ഞങ്ങൾ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ ഏറ്റവും മുൻഗണന നൽകിയത് വീടിനുമാണ്. വീട്, കക്കൂസ്, കുടിവെള്ളം, ഇതാണ് ഞങ്ങൾ ഏറ്റവും മുൻഗണന നൽകിയത്. ഇപ്പോൾ വാണിമേലിൽ കുടിവെള്ളക്ഷാമം ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ഇടപെടലാണ്, ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാലോ, ഭൂമി വാതുക്കൽ ശുദ്ധജല വിതരണ പദ്ധതി പലപ്പോഴും ഞങ്ങൾ ഭരണം വരുന്നതിന് മുമ്പ് പ്രവർത്തിക്കാറില്ല. പല സമയത്തും പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങൾ ചെയ്തെന്താ, ഞങ്ങൾക്ക് നിയമപരമായിട്ട് വാങ്ങിക്കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓഡിറ്റ് ഒബ്ജക്ഷൻ വരെ വന്നിട്ടുണ്ട്. ഞങ്ങൾ 4 ലക്ഷം രൂപ മുടക്കി അവിടെ ഒരു പമ്പ് ഹൗസിൽ ഒരു മോട്ടോർ വാങ്ങിക്കൊടുത്തു പഞ്ചായത്ത്. KWA വാങ്ങുന്നില്ല. അപ്പം ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെങ്കിൽ ആ പദ്ധതി കാര്യക്ഷമമാണ്. അതിന് 4 ലക്ഷം രൂപ നമ്മൾ കൊടുത്താലും അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നാലും അത് നടക്കട്ടെ, ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നമല്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ 5 വർഷക്കാലം ഞങ്ങൾ ഭരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് അത്രയും രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം ഈ പഞ്ചായത്തിൽ ഉണ്ടാകാത്തൊരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുപോലെ ഞങ്ങൾ ഒരുപാട് ചെറുകിട പദ്ധതികൾ, ചെറിയ പദ്ധതികൾ, പാലോറക്കുന്ന് കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ കുങ്കന്നിരവ് പദ്ധതി, കുളമുള്ളതിൽ താഴെ പദ്ധതി, അതുപോലെ ചേലമുക്കിലൊരു പദ്ധതി, അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇടപെട്ടിട്ട് ഞങ്ങൾ പദ്ധതി വെച്ചിട്ട് ഞങ്ങൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 പദ്ധതികൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ചൊത്തോളപ്പൊയിൽ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുതുക്കുടി പദ്ധതി ഞങ്ങൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. MLA ഫണ്ടാണെങ്കിലും അതിൽ ഞങ്ങളുടെ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ പുതുക്കുടി പദ്ധതി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാജീവൻ്റെ വാർഡിൽ ഞങ്ങൾ ഒരു ലക്കിടിക്കുന്ന് പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം പൂർത്തിയാകുകയാണ്. പാലോറക്കുന്ന്, അതുപോലെ മാപ്പിളാർകുന്നിൽ ഞങ്ങളൊരു കുടിവെള്ള പദ്ധതി ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി ഏകദേശം അത് കമ്മീഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുടിവെള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ട് ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. വലിയൊരു നേട്ടമായിട്ട് ഞങ്ങളത് മനസ്സിലാക്കുകയാണ്. പിന്നെ കാർഷിക മേഖലയിലൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുള്ള പദ്ധതികൾ നിരവധിയാണ്. അതെല്ലാം ഞാനിവിടെ ഇപ്പോൾ എല്ലാം ഓരോന്നും എണ്ണി പറഞ്ഞാൽ ദിവസങ്ങളോളം നമ്മളെ ഈ ചർച്ച ഇങ്ങനെ നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയും. അടുത്ത പ്രധാനമായി MK മൂസ മാഷ് വാർഡായ കോടിയൂർ വാർഡിലേക്ക് പോവാം. ആദ്യമായിട്ടായിരിക്കും കോടിയൂർ വാർഡിലെ ജനങ്ങൾ ഒരു മെമ്പർക്കെതിരെ പ്രകടനം നടത്തിയിട്ടുണ്ടാവുക. അത് MK മൂസ മാഷ്ക്കെതിരെയായിരിക്കും. ആ വാർഡിൽ തന്നെ വീണ്ടും ജനവിധി തേടുമ്പോൾ എന്താണ് മൂസ മാഷ്ക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്നത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് കോടിയൂർ വാർഡിലല്ല, ഞാൻ മത്സരിച്ചത് പരപ്പുവാറ വാർഡിലാണ്. ഞാൻ ഇപ്പൊ മത്സരിക്കും, അത് സാങ്കേതിക അർത്ഥത്തിൽ പരപ്പുവാറ കോടിയൂറ ഭാഗം വരുന്ന ഒരു വാർഡിലാണ് ഞാനിപ്പോൾ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു റോഡിന്റെ പ്രശ്നം ഉണ്ടായി. റോഡിന്റെ പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്നത് എനിക്കെതിരായിട്ടല്ല പ്രശ്നം. റോഡ് പ്രവൃത്തി നടക്കുകയാണ്. റോഡ് പ്രവൃത്തിയിൽ ജനങ്ങൾക്ക് സംശയമുണ്ടായി. ഈ കോൺട്രാക്ടർ എന്തോ ധൈര്യമറി നടത്തുന്നുണ്ട്, അഴിമതി നടത്തുന്നുണ്ട്, കൃത്രിമമുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നിയപ്പോൾ ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രതിഷേധിച്ചതാണ്. അത് എനിക്കെതിരായിട്ടല്ല, ആ പ്രവൃത്തിക്കെതിരായിട്ട്, ആ പ്രവൃത്തി നടത്തുന്നതിനെതിരായിട്ട് അവർ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അതിലെ കരാറുകാരന് അനുകൂലമായിട്ടുള്ള സമീപനം
മെമ്പർ എടുത്തു എന്നുള്ളൊരു വാദഗതിയും ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പ്രചരണങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ പഞ്ചായത്ത് ആണ് കരാറുകാരനെ നിയമിക്കുന്നത്. കരാറുകാരന് നമ്മൾ കൊട്ടേഷൻ ക്ഷണിച്ചിട്ട് ടെൻഡർ ക്ഷണിച്ചിട്ട് കരാർ വെച്ച് കഴിഞ്ഞാൽ അവരെ അത് നടത്തുക എന്നുള്ളത്, കരാറുകാരനെ സഹായിക്കുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ ബാധ്യതയാണ്. അത് കാര്യക്ഷമമായിട്ട് നടക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ കരാറുകാരനെ അനുകൂലമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം. നിങ്ങൾ ഈ പ്രവൃത്തി തടയരുത്. പ്രവൃത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരുപാട് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഒരുപാട് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള പ്രവൃത്തിയാണ്. അപ്പോൾ അത് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നഷ്ടം ഉണ്ടാവും. അപ്പം നഷ്ടം ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് തടയരുത്. നമുക്ക് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട് അത് പരിശോധിച്ചിട്ട് അതിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ കരാറുകാരന് അനുകൂലമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഈ സംഭവങ്ങൾക്ക് ശേഷം കോടിയൂർ അവാർഡ് തികച്ചും ഒരു സുരക്ഷിതമായ താവളം എന്നുള്ള രീതിയിൽ കെ മൂസ മാഷിക്ക് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് അവിടെ വ്യാപാരി വ്യവസായി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ അമ്പലക്കണ്ടി അബ്ദുറഹിമാൻ പ്രചരണ രംഗത്ത് വളരെ മുന്നേറി എന്നുള്ളൊരു പ്രചരണം കൂടി ഇത്തരത്തിൽ ഇവിടെ ഉയർത്തുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്ഥാനാർത്ഥി ആയിട്ടല്ല എൻ്റെ എതിർ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വ്യാപാരി വ്യവസായി സംഘടന, പഞ്ചായത്ത് കമ്മിറ്റി അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർണയിച്ചിട്ടില്ല എന്നാണ് അവരുടെ ഭാരവാഹികൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആ വാർഡ് മുസ്ലിം ലീഗിൻ്റെ ഒരു ഉരുക്കുകോട്ടയാണ്. എനിക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരെ വിശ്വാസമുണ്ട്. അവർ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയും ഒക്കെ ആഹ്വാനം ചെയ്തിട്ടുള്ള ആഹ്വാനങ്ങൾ എപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാലും വൻ ഭൂരിപക്ഷത്തോടു കൂടി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ വിജയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസമുണ്ട്. അവിടെ യാതൊരു അടിയൊഴുക്കും നമ്മുടെ പാർട്ടിക്കിടയിൽ നടക്കില്ല എന്ന വിശ്വാസം എനിക്കുണ്ട്. അത്രയും ആത്മാർത്ഥമായ നല്ല പ്രവർത്തകന്മാരാണ് അവിടെ ഉള്ളത്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കൂടിയായ കെ മൂസ മാഷോട് പാർട്ടി സെക്രട്ടറി എന്ന നിലക്ക് ഉള്ളൊരു ചോദ്യമാണ്. വാണിമൽ പഞ്ചായത്ത് കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് തനിച്ച് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് എത്ര വാർഡുകൾ നേടും എന്നുള്ള പ്രതീക്ഷ പുലർത്തുന്നുണ്ട്? 9 വാർഡിൽ മുസ്ലിം ലീഗ് വിജയിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ടൈറ്റ് മത്സരം എന്ന് പറയാൻ പറ്റുന്ന വാർഡുകൾ ഏതാണ്? ഞങ്ങളങ്ങനെ ഒരു വാർഡിൽ ടൈറ്റ് മത്സരം എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അല്ലാണ്ട് എല്ലാ വാർഡുകളിലും ഞങ്ങൾക്ക് മേൽക്കൈയുള്ള വാർഡുകളാണ്. ചില മാർജിനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നല്ലാതെ ചിലർ 400 വോട്ടിന് ജയിക്കും, ചിലർ 300 വോട്ടിന് ജയിക്കും, ചിലർ 200, ചിലർ 100 വോട്ടിന്, അത്രയൊക്കെ ജയിക്കും. മാർജിനിലൊരു വ്യത്യാസം ഉണ്ടാവുന്നല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ടെൻഷനും ആ വാർഡുകളിലൊന്നും ഇപ്പം നിലവിലില്ല. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയാവുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കാൻ വേണ്ടിയുള്ള അണിയറ ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ? അങ്ങനെ മുസ്ലിം ലീഗിന് ഭീഷണിയായിട്ടൊരു സ്ഥാനാർത്ഥി ഇപ്പോൾ ഇല്ല. ഈ വാർഡുകളിൽ മുസ്ലിം ലീഗിനൊരു ഭീഷണിയുമില്ല. നമ്മളങ്ങനെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമവും നമ്മൾ നടത്തില്ല. മത്സരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ധാർമ്മികമായ അവകാശമാണല്ലോ. അപ്പോൾ അത് മത്സരിക്കുന്നവരെ നമ്മൾ ഇങ്ങനെ പിന്തിരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ മത്സരിക്കട്ടെ. മുസ്ലിം ലീഗിന് ശക്തിയുണ്ടോ എന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ കാണിച്ചു കൊടുക്കും. ഈ തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണത്തിൻ്റെ ദിവസം വാണിമേൽ പഞ്ചായത്തിൽ കൊടുത്ത അപേക്ഷാ ഫോറം വ്യാജമായിരുന്നു എന്നും അതിന് പിന്നിൽ കെ മൂസ മാഷ് ആണ് എന്നുള്ളൊരു പ്രചരണവും ഇത്തരത്തിൽ, അതിൻ്റെ എന്താണ് നിജസ്ഥിതി എന്ന് കൃത്യമായ ഭാഷയിൽ? എനിക്കെതിരായിട്ട് എന്തെങ്കിലും പ്രചരണം ഉണ്ടാക്കുക എന്നുള്ളത് ചിലരുടെ താല്പര്യങ്ങളാണ്. ആ താല്പര്യത്തിൻ്റെ ഒരു ഭാഗമാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പഞ്ചായത്ത് ഓഫീസിൽ രാവിലെ 10:15 ഞാനും അപേക്ഷാ ഫോം വാങ്ങാൻ പോയതാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വേണ്ടി അപേക്ഷ കൊടുക്കാൻ വേണ്ടി, നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി, നോമിനേഷന് വേണ്ടി ഞാൻ അവിടെ പോയതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ക്ലർക്കുമാരും എത്തിയിട്ടില്ല. അപ്പോൾ കുറേ ആൾക്കാർ വന്ന് നോമിനേഷൻ പേപ്പറിന് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലർക്ക് വന്ന അയാളോട് ഞാൻ പറഞ്ഞു, ഞാനതേ ചെയ്തിട്ടുള്ളൂ. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ അപേക്ഷ ഫോം എടുത്ത് ഇവർക്ക് കൊടുക്ക്, ഇത്രയും സമയം ഇത്ര ലേറ്റ് ആകാൻ പാടില്ലല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പോയി അപേക്ഷാ ഫോം എടുത്തപ്പോൾ അപേക്ഷാ ഫോം അവിടെ 1-2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കറണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഏതോ 2 ചെറുപ്പക്കാർ വന്ന് പറഞ്ഞു, നിങ്ങൾ ആ ഫോമിങ് തന്നേക്ക്, ഞങ്ങൾ കല്ലാച്ചി പോയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. അപ്പോൾ അവർ ഈ ക്ലർക്കിൻ്റെ കയ്യിൽ നിന്ന് ഈ അപേക്ഷാ ഫോം വാങ്ങിപ്പോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. 1:30 മണി 2 മണിയായി ഞാൻ പഞ്ചായത്ത് തിരിച്ചെത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നെക്കുറിച്ച് എന്തോ പരാതി, ഞാനിങ്ങനെ ഫോം തിരിച്ചു കൊടുത്തു എന്നൊക്കെ. എൻ്റെ കൈ കൊണ്ട് ഞാൻ ഇവർക്ക് അപേക്ഷാ ഫോം കൊടുത്തിട്ടില്ല. ക്ലർക്കാണ് എടുത്തു കൊടുത്തത്. ആ ക്ലർക്ക് എടുത്തു കൊടുത്ത ഫോമാണ് അവർ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കൊണ്ടുവന്നിട്ടുള്ളത്.
അപ്പോൾ അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു അപേക്ഷ ഫോം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അപേക്ഷ ഫോം ആണെങ്കിൽ അത് റിട്ടേണിംഗ് ഓഫീസർ സ്വീകരിക്കില്ല. അവർ സ്വീകരിക്കുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് അവർ വായിച്ചു നോക്കും. എൻ്റെ എവിടെയെങ്കിലും വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സാങ്കേതികമായിട്ടുള്ള അപ്പോൾ ഈ റിട്ടേൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ അപേക്ഷ ഫോമിൽ എന്തെങ്കിലും അതുപോലെ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെന്നെ തിരിച്ചു കൊടുക്കും. അല്ല, സ്വീകരിക്കുക ഇല്ല എന്നുള്ളൊരു വാദഗതി ഇപ്പം മുസമാഷ് പറഞ്ഞു. അതായിരിക്കില്ലേ മുസമാഷ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ സ്വീകരിക്കുക എന്ന് പറയുന്നത് കയ്യിൽ ആ സമയത്ത് നമ്മൾ കൊടുത്ത 3 മണി വരെ സമയമുണ്ട്. ഇവരിത് കൊടുക്കുന്നത് 12 മണിക്കോ 1 മണിക്കോ മറ്റാണ്. എന്നിട്ടും എത്രയോ സമയമുണ്ട്. ഇവരല്ല ഇത് കണ്ടുപിടിച്ചത്. ഇത് റിട്ടേണിംഗ് ഓഫീസർ തന്നെ ഇത് പരിശോധിച്ചിട്ട് ഇതിൽ ഇൻകംപ്ലീറ്റ് ആണ്, ഇതിൽ ഫോമിൽ കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റിക്കൊടുക്കാൻ അവർക്ക് ഒരുപാട് സമയമുണ്ട്. ഇനി അഥവാ സമയം 3 മണിക്ക് തന്നെയാണ് ഇവർ കൊടുത്തെങ്കിലും അവർക്ക് സമയം കൊടുക്കും റിട്ടേണിംഗ് ഓഫീസർ അത് മാറ്റി ശരിയാക്കി കൊണ്ടുവരാൻ. അപ്പൊ അത് വെറുതെ ഒരു സാങ്കേതികമായിട്ട് വെറുതെ ഒരു എനിക്കെതിരെ ഉന്നയിക്കാനുള്ള ഒരു ആരോപണമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. വാണിമേൽ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് 9 വാർഡുകൾ നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നാണ് എനിക്ക് മുസമാഷ് വാദം. അങ്ങനെയാണെങ്കിൽ വാണിമേൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കീഴിൽ ഏതായാലും ഭരണം ഉണ്ടാവും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഇതോടൊപ്പം പുലർത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വിലങ്ങാട് ഭാഗത്ത് കോൺഗ്രസിന് സീറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മുന്നണി സംവിധാനത്തിലായിരിക്കുമോ പഞ്ചായത്ത് ഭരണം നിലനിർത്തുക? അന്നത്തെ സാഹചര്യം എന്താണോ അതിനനുസരിച്ചിട്ട് അപ്പോൾ തീരുമാനമാണ്. ഇപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, തീരുമാനം എടുത്തിട്ടില്ല. വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് നല്ല ഭൂരിപക്ഷത്തോടെ വിജയമുണ്ടാവും എന്നാണ് മുസ്ലിം ലീഗ് വാണിമേൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കൂടിയായ NK മുസമാഷ് വിശദീകരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2.5 വർഷം വീതം പഞ്ചായത്ത് പ്രസിഡന്റ് പദവി പങ്കുവെക്കൽ ഉണ്ടായി എന്നുള്ള വിമർശനത്തിനിടയിലാണ് വീണ്ടും രണ്ടാമത് വാണിമേൽ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഉരുണ്ടുകൂടുന്ന രാഷ്ട്രീയ കാലാവസ്ഥയും സാഹചര്യങ്ങളും വളരെ വ്യക്തമായി പിന്നീട് ചർച്ചയാകാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ ചർച്ച ഇവിടെ സമാപിക്കുന്നു. ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കൂടിയായ NK മുസമാഷ്ക്ക് സ്റ്റാർ വിഷന് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.